കഥകൾ വായിക്കാനും കേൾക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായി വീണ്ടും ഇതാ ഒരു കഥ കൂടി. പ്രണയം ബാക്കി വെച്ച മൊഴികൾ. ഉറക്കത്തിൻ്റെ അഗാധതയിൽ നിന്നും പവിത്ര ടീച്ചർ ഞെട്ടിയുണർന്നത് ഫോണിൻ്റെ നിർത്താതെയുള്ള ബെല്ലടി കേട്ടിട്ടായിരുന്നു. എണീറ്റ് ഫോൺ കയ്യിലെടുത്തപ്പോഴേക്കും കട്ടായി കഴിഞ്ഞിരുന്നു. പാതിരാത്രിയിൽ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ലൈറ്റിട്ട് കണ്ണട തപ്പിയെടുത്തപ്പോഴേക്കും വീണ്ടും ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. പരിചയമില്ലാത്ത നമ്പറാണ്. പവിത്ര തെല്ല് പരിഭ്രമത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്തു നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. പവിത്ര ടീച്ചറല്ലേ? അതെ, ആരാ? ഞാൻ ഋതിക. ഋതിക? പരിചയമില്ലാത്ത രൂപത്തിൽ പവിത്ര ഒന്നുകൂടി ആ പേര് ആവർത്തിച്ചു. ടീച്ചർക്ക് എന്നെ മനസ്സിലായി കാണില്ല. മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം. ഞാൻ പ്രവീൺ മാഷിൻ്റെ വൈഫാണ്. അത് കേട്ടതും പവിത്രയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇതേ പേരിൽ വേറൊരു മാഷെ പരിചയമില്ല. പരിചയമുണ്ടായിരുന്ന ആളെ ഓർക്കാൻ താല്പര്യമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താ ടീച്ചറെ ഒന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ. വാക്കുകൾ കിട്ടാതെ പവിത്ര പരിഭ്രമിച്ചു. അതെ ടീച്ചറെ, വർഷങ്ങൾക്ക് മുൻപ് ജീവിതയാത്രയുടെ തുടക്കത്തിൽ തന്നെ രണ്ടു വഴിക്കായി പിരിഞ്ഞുപോയ മാഷും ടീച്ചറും ഇന്ന് നിങ്ങൾ അപരിചിതരാണെന്നറിയാം. എൻ്റെ നിവൃത്തികേട് കൊണ്ട് എനിക്ക് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വന്നു. ആ കുട്ടിയുടെ ശബ്ദത്തിൽ നിരാശയുടെയോ സങ്കടത്തിൻ്റെയോ ഇടർച്ചയുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ കുട്ടി വിളിക്കാൻ കാരണം? പാതിരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണെന്ന്. ഞാനിപ്പോൾ വിളിക്കുന്നത് തൃശ്ശൂർന്നാ. പ്രവീൺ മാഷ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് 2 ആഴ്ചയായി. ഇപ്പോൾ ഞാൻ വിളിച്ചത് അദ്ദേഹത്തിന് ടീച്ചറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കുറേ കാലങ്ങളായിട്ട് പറയുന്നതാ. പക്ഷേ എനിക്കതിനുള്ള മനക്കരുത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ടീച്ചർ നിർബന്ധമായും വരുമെന്ന് എല്ലാവരും പറയുന്നു. ഇനിയും ഞാനിത് പറയാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഉള്ളിൽ അതൊരു നീറ്റലായി കിടക്കും. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നിട്ട് ടീച്ചർ ഈ കാര്യം അറിയാതിരിക്കരുത്. എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തതാ ടീച്ചറുടെ മൊബൈൽ നമ്പർ. ടീച്ചർ നിർബന്ധമായി വരണം. അദ്ദേഹം ഒന്ന് ടീച്ചറെ കാണട്ടെ. അതും പറഞ്ഞ് ഋതിക ഫോൺ കട്ടാക്കി. ആ രാത്രി പവിത്രയ്ക്ക് ഉറങ്ങാനായില്ല. നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തി എവിടെ നിന്നൊക്കെയോ നായ്ക്കൾ ഓരിയിടുന്നു. എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ അപശബ്ദങ്ങൾ. എന്തിനായിരിക്കും അവളെ കൊണ്ട് വിളിപ്പിച്ചത്? നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് അയാൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയത്? ചിതലരിച്ച് ദ്രവിച്ചുപോയ, ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ അധ്യായങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പവിത്രയുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. PGക്ക് പഠിക്കുമ്പോഴാണ് പ്രവീണിനെ ആദ്യമായി കാണുന്നത്. ആരോടും പെട്ടെന്ന് കൂട്ടാവാത്ത തനിക്ക് പ്രവീൺ നല്ലൊരു സുഹൃത്തായി മാറി. അതും ആദ്യമായി കണ്ടതിന് ശേഷം വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ. ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറം വേറൊരു ചിന്തയില്ലായിരുന്നു. എന്നാൽ കൂട്ടുകാരെല്ലാം ചേർന്ന് ആ ബന്ധത്തിന് മറ്റൊരു പേരിട്ടു, പ്രണയബന്ധം. ആദ്യമൊക്കെ എല്ലാം തമാശയായി കണ്ടു. പിന്നീട് ഞങ്ങൾ പോലും അറിയാതെ കൂട്ടുകാർ നൽകിയ പേരിനെ ഞങ്ങളും സ്നേഹിക്കാൻ തുടങ്ങി. PG കഴിഞ്ഞ് B.Ed ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. B.Ed കഴിഞ്ഞതോടെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സമ്മർദ്ദം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വല്ലാതെ അനുഭവപ്പെട്ടു. സന്തോഷമായാലും സങ്കടമായാലും ഇത്തിരിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് അച്ഛനോടായിരുന്നു. അമ്മ അല്പം പിടിവാശിക്കാരിയായിരുന്നു. എന്തു പറഞ്ഞാലും എതിർത്തല്ലാതെ സംസാരിക്കാറില്ല. എന്നാൽ ഉള്ളിൽ എപ്പോഴും സ്നേഹമുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. ടീച്ചറായിരുന്നെങ്കിലും പൊതുപ്രവർത്തനങ്ങളോടായിരുന്നു അമ്മയ്ക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അച്ഛൻ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ പറയുന്നത് കേൾക്കാം. സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ നേരമില്ലാത്തവൾ പൊതുകാര്യങ്ങൾ സംസാരിക്കാൻ നടക്കുന്നു. അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുന്നത് പോലും കാണാറില്ല. കല്യാണ അന്വേഷണങ്ങൾക്ക് മുൻകൈയെടുക്കാൻ അമ്മ തുനിഞ്ഞിറങ്ങിയതോടെ അച്ഛന് മുൻപിൽ പ്രവീണിനെ ഇഷ്ടമാണെന്ന വിഷയം അവതരിപ്പിച്ചു. വീടും സ്ഥലവും ചോദിച്ചറിഞ്ഞതല്ലാതെ അച്ഛൻ കാര്യമായി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം അച്ഛനും അമ്മയും തമ്മിലുള്ള ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോഴാണ് അമ്മയോട് അച്ഛൻ എല്ലാം പറഞ്ഞു എന്ന് മനസ്സിലായത്. ഒറ്റ മകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ കൊഞ്ചിച്ചത്. അവളുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ മറ്റാർക്കും അവകാശമില്ലാത്ത വിധം നിങ്ങൾ അവളെ സ്വതന്ത്രയാക്കി. അവളുടെ വിദ്യാഭ്യാസം, വിവാഹം ഇതൊക്കെ എൻ്റെയും കൂടി സ്വപ്നമായിരുന്നു. എന്നിട്ടെന്തായി? എല്ലാം അവളുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ഇതാ വിവാഹവും. അമ്മ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയതോടെ അച്ഛനും വിട്ടുകൊടുത്തില്ല. നിർത്ത്, കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. സ്നേഹമുണ്ട് എന്ന് പറയുകയല്ലാതെ നിനക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെങ്കിലും നേരമുണ്ടായിരുന്നോ? അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് വിട്ടിട്ട് 3-4 വർഷമായി. നീ വല്ലതും അറിഞ്ഞിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ നീ അവളെ? ഇത്തിരി സമയം നീ അവളോട് സംസാരിച്ചിരിക്കാറില്ല. ഇപ്പോൾ തന്നെ ഈ കാര്യം നിന്നോട് പറയാതെ അവൾ എന്തേ ആദ്യം എന്നോട് പറഞ്ഞത്? എന്തു പറഞ്ഞാലും തട്ടിക്കയറാതെ ക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കാനും നീ പഠിക്കണം. എന്തായാലും ഈ കല്യാണം നടക്കട്ടെ. ചെറുക്കൻ അധ്യാപകനാണ്. അന്വേഷിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. ഈ അധ്യാപക കുടുംബത്തിലേക്ക് അവനും കൂടി വരട്ടെ. ഇനി നിനക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകളും പറയാനുണ്ടെങ്കിൽ തൽക്കാലം വായി തുറക്കണ്ട. കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അച്ഛൻ പുറത്തേക്കിറങ്ങി.
അങ്ങനെ ആർപ്പും ആരവവുമായി കല്യാണം. വീട്ടിൽ ആദ്യമായി നടത്തുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ പ്രവീണിൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യാവേഷത്തിൽ ജീവിതം തുടങ്ങുന്നു. അതുവരെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കേണ്ടി വന്നപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് പരാതി പറയാത്ത ദിവസങ്ങളില്ലാതായി. പ്രവീണിൻ്റെ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരാതിയൊന്നും പറയാത്ത എന്നും സന്തോഷവതിയായിരിക്കുന്ന ഭാര്യയെ കാണാനാണ് പ്രവീൺ ആഗ്രഹിച്ചിരുന്നത്. വീട്ടുകാരെ പിണക്കാൻ പ്രവീൺ തയ്യാറായില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടിൻ്റെ ഭാണ്ഡം അഴിഞ്ഞു വീഴാൻ തുടങ്ങി. വിവാഹത്തിന് മുൻപ് വാതോരാതെ സംസാരിച്ചിരുന്ന പ്രവീൺ തനിക്ക് മുൻപിൽ എന്നും നിശബ്ദനായി നടന്നു. വല്ലപ്പോഴും തമ്മിൽ സംസാരിക്കുന്നത് വഴക്കടിക്കാൻ വേണ്ടി മാത്രം. ഒടുവിൽ ഒരുമിച്ച് തുടങ്ങിയ ജീവിതത്തിന് തിരശ്ശീലയിടാൻ തീരുമാനിച്ചു. പലരും വന്നു കൂട്ടിച്ചേർക്കാനുള്ള ഉടമ്പടികളുമായി. പക്ഷേ അപ്പോഴേക്കും മനസ്സുകൾ ഒരുപാട് അകന്നു കഴിഞ്ഞിരുന്നു. ഒത്തുതീർപ്പിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞതോടെ അച്ഛനൊരു തീരുമാനമെടുത്തു. ഡിവോഴ്സ്. 1 വർഷം നീണ്ടുനിന്ന പുതിയ ജീവിതബന്ധത്തിന് വിരാമമിടുന്നു. കോടതിയിൽ വച്ച് പലവട്ടം പ്രവീണിനെ കണ്ടെങ്കിലും അവനൊന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല. ഞാനും. കുടുംബ കോടതിയിൽ വെച്ച് അവസാനമായുള്ള ചർച്ചയിൽ എന്നേക്കാൾ പിരിയേണ്ട ആവശ്യം പ്രവീണിനാണെന്ന് തോന്നി. അതോ അവനോടുള്ള സ്നേഹവും വെറുപ്പും കലർന്ന എൻ്റെ ഉള്ളിലെ അവസ്ഥ കൊണ്ടാണോ അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. ബന്ധം വേർപെടുത്തിയതോടെ വേറൊരു വിവാഹബന്ധത്തിന് അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിപ്പിച്ചു. അനുസരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ പിന്നെ അവരും അതേപ്പറ്റി സംസാരിക്കാതായി. മകളുടെ പാളിപ്പോയ ജീവിതം കണ്ടത് തൊട്ട് അച്ഛൻ നിത്യരോഗിയായി മാറി. ഒടുവിൽ 8 വർഷം മുൻപ് ജീവനില്ലാത്ത ശരീരവുമായി അച്ഛൻ യാത്രയായി. അതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ മനോധൈര്യം അച്ഛൻ്റെ കൂടെ മണ്ണടിഞ്ഞു. ഒടുവിൽ പെട്ടെന്നൊരു ദിവസം അമ്മയും യാത്രയായി. അമ്മയും ഒളിപ്പിച്ചു വെച്ച സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അച്ഛൻ മരിക്കേണ്ടി വന്നു. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളായിരുന്നു. തുടരെ മനസ്സിനേറ്റ മുറിവുകളുടെ ആഘാതം താങ്ങാവുന്നതിൽ അപ്പുറത്തായിരുന്നു. മനസ്സിനേറ്റ മുറിവുകളുടെ ആഘാതം കുറയ്ക്കാനായി സ്കൂളിൽ നിന്ന് നീണ്ട ലീവെടുത്ത് ഒരുപാട് ഒറ്റയ്ക്കുള്ള യാത്രകൾ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചറിൻ്റെ വേഷം മാത്രമേ ഉള്ളൂ. കുട്ടികളും സ്കൂളും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ചിന്തകളിൽ. ഇപ്പോൾ എന്തിനാ ഭൂതകാലം വീണ്ടും ചികയാൻ തുടങ്ങിയത്? പവിത്ര അവളെ തന്നെ കുറ്റപ്പെടുത്തി. ആ രാത്രി ഉറങ്ങാതെ സകല ചിന്തകളുമായി കടന്നുപോയി. വെളുപ്പിന് വീണ്ടും ചിന്തകൾ കടന്നുകൂടി. ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് പോവാതിരുന്നാൽ എന്ത് ചെയ്യണം? എന്ത് കാര്യമാണെങ്കിലും ചർച്ച ചെയ്യാറുള്ളത് ലിസി ടീച്ചറോടായിരുന്നു. അതുകൊണ്ട് തന്നെ ലിസി ടീച്ചറുടെ അഭിപ്രായം അറിയാനായി വിളിച്ചു. എനിക്കൊരു തീരുമാനം പറയാൻ കഴിയുന്നില്ലല്ലോ പവിത്ര. ഹോസ്പിറ്റലിൽ നിന്നായതുകൊണ്ട് തന്നെ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പോവണ്ട എന്ന് പറഞ്ഞാൽ തെറ്റാവോ എന്നറിയില്ല. ഒരു കാര്യം ചെയ്യുന്നാൽ ഞാനും വരാം. നീ തനിച്ചു പോവണ്ട. ഏയ് അത് വേണ്ട ടീച്ചറെ. ടീച്ചർ വെറുതെ ലീവൊക്കെ എടുത്ത് ഞാൻ തനിച്ച് പോയിക്കോളാം. എന്നാലും നീ ഒറ്റയ്ക്ക് അതൊന്നും വിഷയമില്ല ടീച്ചറെ. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാ ടീച്ചർ വിളിച്ചത്. എന്നാൽ നീ അവിടെ എത്തിയാൽ വിളിക്ക്. ശരി. ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ച് പവിത്ര പെട്ടെന്ന് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും മനസ്സിൽ എന്തൊക്കെയോ അലട്ടിക്കൊണ്ടിരുന്നു. ഋതികയുടെ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് റൂം കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല. മെലിഞ്ഞു സുന്ദരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്നു. പ്രയാസങ്ങൾ അവരുടെ മുഖത്ത് വല്ലാതെ നിഴലിച്ചിരുന്നു. ഒടുവിൽ അവർ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നെ മനസ്സിലായല്ലേ? ടീച്ചറിൻ്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളിരിക്കെ, ഞാൻ പുറത്ത് നിൽക്കുക. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. നിനക്ക് കൂടി കേൾക്കാൻ കഴിയുന്നതേ ഞങ്ങൾക്കിടയിൽ സംസാരിക്കാനുള്ളൂ. അതും പറഞ്ഞ് പവിത്ര ബെഡിനരികിലേക്ക് നടന്നെടുത്തു. 17 വർഷം മുൻപ് പരിചിതമായിരുന്ന ഒരു മുഖമായിരുന്നില്ല അവൾക്ക് കാണാൻ കഴിഞ്ഞത്. പുതപ്പിനുള്ളിൽ അയാളുടെ ശരീരം ഉണ്ടോയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശോഷിച്ചു പോയിരിക്കുന്നു. വറ്റിവരണ്ട കണ്ണുകളിൽ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു തിരുനാളം. ഒടുവിൽ നീ വന്നു അല്ലേ? ക്ഷീണിച്ചു പോയ അയാളുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തു വന്നു. പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെ കണ്ട പരിഭ്രാന്തിയിൽ പവിത്രയ്ക്ക് ഒന്നും മിണ്ടാനായില്ല. എന്നാലും എന്താ അങ്ങനെ പറഞ്ഞത്? പവിത്രയുടെ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ പറയാം ടീച്ചറെ, ഋതിക പറഞ്ഞു തുടങ്ങി. കുറേയായിട്ട് ഏട്ടൻ പറയുന്നതാ ടീച്ചറെ ഒന്ന് കാണണമെന്ന്. എനിക്ക് ടീച്ചറെ വിളിക്കാൻ തോന്നിയില്ല. ഒരു പക്ഷേ എൻ്റെ സ്വാർത്ഥത കൊണ്ടാണോ എന്നറിയില്ല. അന്നൊന്നും ഇത്ര അസുഖമില്ലായിരുന്നു. ഞാൻ വിളിക്കാറുണ്ട്, ടീച്ചർ വരാത്തതാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ടീച്ചർ കണ്ടില്ലേ അവസ്ഥ. ഇനിയും ഞാൻ പറയാതിരുന്നാൽ അത് വലിയൊരു തെറ്റായി പോകുമെന്ന് തോന്നി. അപ്പോൾ നീ പറഞ്ഞില്ലായിരുന്നോ? പ്രവീൺ വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കാമോ? ഇരിക്കൂ ടീച്ചറെ. ഋതികയും അത് ഏറ്റു പറഞ്ഞു. പഴയ ഒരു സുഹൃത്തെന്ന പരിഗണനയോടെ പവിത്ര ആ ബെഡിലിരുന്നു.
എന്തെങ്കിലും പറയാനുണ്ടോ? പവിത്ര ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഉണ്ട്. മെല്ലെ മെല്ലെ അയാളുടെ സംസാരം പുറത്തു വന്നു. ജീവിതത്തിന് വിരാമമിടാൻ മരണം വിധിയായി അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചെയ്തുപോയ പാപങ്ങൾക്ക് ഇങ്ങനെ മരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഒരു പരിഹാരമാകും. നമ്മുടെ എല്ലാ കഥകളും അവൾക്കറിയാം. ഋതുകയെ നോക്കിയിട്ടാണ് പറഞ്ഞത്. തോൽവി സമ്മതിക്കാതെ വാശിയോടെ ജീവിച്ചു. ഒടുവിൽ നിന്നോടുള്ള വാശി ഭ്രാന്തായപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പാപഭാരങ്ങൾ തലയിൽ വീണ്ടും വീണ്ടും കെട്ടിവച്ചു. മനസ്സുകൊണ്ട് ഇവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇതൊന്നും നിന്നെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊരു മകൾ പിറന്നതിന് ശേഷമാണ് ഇത്തിരിയെങ്കിലും മനസ്സുകൊണ്ട് ഇവളോട് അടുക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും മരണം കാവലിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് നിന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. അയാളുടെ ക്ഷീണിച്ച കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങി. പവിത്ര മെല്ലെ എഴുന്നേറ്റു. അവളുടെ കൈകൾ കൊണ്ട് അയാളുടെ തലയിൽ പതിയെ തലോടി. ഒന്നും പറയാൻ നിൽക്കാതെ പവിത്ര പുറത്തേക്കിറങ്ങി. വരാന്തയിലൂടെ വേഗത്തിൽ നടക്കുന്നതിനിടെ ഋതിക ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ടീച്ചറെ, ഒന്ന് നിൽക്കൂ. പവിത്ര ഒന്നിനും കാതോർത്തില്ല. അവൾ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ. പിന്നെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.